ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ചിന്തയുടെ ഭാഗമായി നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സർവശക്തനായ ദൈവത്തെ പറ്റിയുള്ള പല പഴയ നിയമത്തിലെ പരാമർശങ്ങളെ പറ്റിയാണല്ലോ. ഒരു ഭാഗം നാം ചിന്തിച്ചു. വാസ്തവത്തിൽ നമുക്കറിയാവുന്നതുപോലെ തിരുവചനത്തിൽ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ നിറഞ്ഞു നിൽക്കുന്ന യഹോവ എന്ന നാമമുള്ള സൈന്യങ്ങളുടെ കർത്താവാണ് ഏക സത്യദൈവമെന്ന് അസന്നിഗ്ധമായി ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരു സംശയത്തിനും സ്ഥാനമില്ലാതെ വണ്ണം വിശുദ്ധലിഖിതം സാക്ഷി നിൽക്കും. ദൈവമല്ലാത്ത പലരെയും തിരുവചനത്തിൽ ദൈവമെന്ന് വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം തന്നെ മോശയെ ദൈവമാക്കിയതായി പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും 7-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലും നാം വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ മോശ ദൈവമായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ യേശുക്രിസ്തു ദൈവമാണെന്ന് തോന്നിക്കുന്ന ചില വാക്യങ്ങൾ ഈ പുസ്തകത്തിന്റെ ബൈബിളിൽ നമുക്ക് പല നിലയിൽ പല എഴുത്തായിട്ട് കാണാൻ പറ്റി എന്ന് പറയാം. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ എന്ന ഏക ദൈവത്തിൽ മാത്രമേ വിശ്വസിച്ചിരുന്നു. മാത്രവുമല്ല, ക്രിസ്തു എന്ന രാജാവ് അവർക്കായി വരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അത് സത്യം. യേശു ദൈവപുത്രനെന്ന് പത്രോസ് പരസ്യമായി പറഞ്ഞപ്പോൾ യേശു അത് അംഗീകരിച്ചായിട്ട് നമുക്ക് അറിയാം. യേശു ദൈവമല്ലെന്നും എന്നാൽ ദൈവപുത്രനാണെന്നും പത്രോസിന് മറ്റ് അപ്പസ്വലന്മാർക്കും പൂർണ്ണ ബോധ്യമുണ്ട്. അതൊക്കെ തിരുവചനത്തിൽ തെളിയിക്കുന്ന കാര്യങ്ങളാണ്, തെളിഞ്ഞു കിടക്കുന്ന സത്യങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ, അതായത് യേശു ക്രിസ്തുവിന് പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞത് അപ്പസ്വലപ്രവൃത്തി 5-29 മുതൽ 32 വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുമില്ല. അങ്ങനെ തിരുവചനത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് വളരെ വളരെ വിപുലമായൊരു വിഷയമായതുകൊണ്ട് ഞാനൊരു അല്പം ലഘൂകരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ യോബിന്റെ പുസ്തകത്തിൽ ദൈവസൃഷ്ടിയെപ്പറ്റി, ദൈവത്തെപ്പറ്റി വളരെ ആധികാരികമായി മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തൽക്കാലം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 8-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. കർത്താവായ യഹോവ എന്ന പദം അത് എങ്ങനെ വ്യാഖ്യാനിക്കും എനിക്കറിയില്ല. ഈ യഹോവ എന്ന വാക്കിന് കർത്താവെന്ന് അർത്ഥം കൊടുക്കുന്നവര് കർത്താവായ യഹോവ എന്ന വാക്ക് ഇതെങ്ങനെ വ്യാഖ്യാനം കൊടുക്കും? അതിനെപ്പറ്റി ഒന്നും തർക്കിക്കാൻ ഞാൻ ആളല്ലാതെ പോട്ടെ. 47-ാം സങ്കീർത്തനം വളരെ വ്യക്തമായി ദൈവത്തെപ്പറ്റി സാക്ഷ്യം പറയുന്ന തിരുവചന ഭാഗം. അത് തൽക്കാലം വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 2-ാം വാക്യം 42:2 അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു എന്നുള്ള വാക്യവും അതിന്റെ എല്ലാ വാക്യങ്ങളും 47 മൊത്തം ദൈവത്തെപ്പറ്റിയുള്ള വ്യക്തമായ ചിത്രം നൽകുന്ന അനുഗ്രഹീത വാക്യങ്ങളാണ്. 48-ാം സങ്കീർത്തനവും ഏതാണ്ട് അതിനോട് തുല്യമായി തന്നെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന മനോഹരമായ സങ്കീർത്തനമാണ്. അതിലെ അവസാനത്തെ വാക്യം, അതായത് 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകും, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് എഴുതിയിരിക്കുന്നു. തുടർന്നും 50-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും, ഇസ്രായേലേ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും, ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. കണ്ടോ, ആ വാക്യമൊക്കെ ഗൗരവമായി ഒന്ന് കണ്ടാൽ എത്ര മനോഹരമായിട്ട് ദൈവത്തെ പറ്റിയുള്ള ചിത്രം നമുക്ക് നൽകുന്നു എന്ന് കാണാവുന്നതാണല്ലോ. നമുക്ക് പ്രത്യേകിച്ചൊരു വിശദീകരണം പോലും ആവശ്യമില്ലാത്തവൻ അത്ഭുതകരമായ നിലയിൽ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ കാണാൻ നമുക്ക് കഴിയും. അതുപോലെ 67-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു, ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ഈ വാക്യത്തിൻ്റെയൊക്കെ അർത്ഥം വലിയ വിശദീകരണം ആവശ്യമില്ലല്ലോ. നമുക്ക് വളരെ കൃത്യമല്ലേ. 68-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കിക്ക്. അവിടെ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു, ഈ സീനായ് ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുൻപിൽ കുലുങ്ങിപ്പോയി. ആ പദം നോക്കി, ദൈവമായ ദൈവത്തിന്റെ മുൻപിൽ. അർത്ഥം എന്തുവാന്ന് ചിന്തിച്ചു നോക്കി നമ്മള്. അതിന്റെ
20 വാക്യവും അത് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ഇതൊക്കെ ഗൗരവമായി ഒന്ന് ചിന്തിക്കുക ദൈവമക്കൾ. 118 സങ്കീർത്തനത്തിന്റെ 27 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന് കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവേൻ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. തുടങ്ങിയ മനോഹരമായ വാക്യങ്ങൾ. 136 സങ്കീർത്തനം നമുക്കറിയാമല്ലോ. അത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി, ദൈവം ആരെന്ന് വളരെ ഭംഗിയായി മനോഹരമായി വിവരിക്കുന്ന ഒരു അനുഗ്രഹീത സങ്കീർത്തനമാണ് 136 സങ്കീർത്തനം. അതുപോലെ 148 മുതൽ 150, 148, 149, 150 സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുന്ന ആർക്കും യഹോവയായ ദൈവത്തിന്റെ വ്യക്തമായ ചിത്രം സ്പഷ്ടമായ തിരുവചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഒരു സംശയമില്ലാതെ ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ സദൃശ്യഭാഗ്യത്തിലേക്ക് വന്നാൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതിയ ആ പുസ്തകത്തിന്റെ അനുഗ്രഹീത വചനങ്ങൾ, ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്. അതിലേക്ക് എന്തൊരു കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞുള്ള അടുത്ത പുസ്തകവും വളരെ നമുക്ക് സുപരിചിതമായ ഉത്തമഗീതം. അതിനു മുൻപ് നമുക്കറിയാമല്ലോ സദൃശ്യവാക്യങ്ങൾക്ക് ശേഷം സഭാപ്രസംഗിയുടെ പുസ്തകം. സഭാപ്രസംഗികൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചെറിയ പുസ്തകമാണല്ലോ. വെറും 12 അധ്യായങ്ങൾ മാത്രമുള്ള അനുഗ്രഹീതമായ തിരുവചന ഭാഗം. അതിലൂടെ കിടക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് തുടർന്ന് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ തൽക്കാലം വിടുകയാണ്. എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 14:53 ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുള്ളതെന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നുവെന്ന്. 14:53 സമാന ഒരേ റിപ്പീറ്റേഷൻ പോലെ നമുക്ക് തോന്നും. അല്പം നേരിയ വ്യത്യാസങ്ങളേ ഉള്ളല്ലോ. അതിനായിട്ട് ഞാൻ വോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 14 സങ്കീർത്തനവും 53 സങ്കീർത്തനവും അതുപോലെ കഴിയുമ്പോൾ 27 സങ്കീർത്തനവും എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളുടെ കൽപ്പന വന്നു എന്ന് പറയുന്ന വാക്യമുണ്ട്. ദൈവത്തെ അന്വേഷിക്കാനുള്ള ആ ത്വര നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. വിശേഷാൽ ദൈവമക്കളെന്റെ ശ്രോതാക്കൾ ദയവായി ഈ സങ്കീർത്തനം 14 അധ്യായവും 53 അധ്യായവും വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്.